ആദരണീയരായ സയ്യിദ് ഹാഷിം കുഞ്ഞി തങ്ങൾ, ബഹുമാന്യരായ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ, ബഹുമാന്യരായ നമ്മുടെ ഉസ്താദ് അബ്ദുൽ അസീസ് ദാരിമി, സ്റ്റേജിൽ സന്നിഹിതരായ ഈ മഹല്ലത്തിലെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച കൂത്തുപറമ്പ് മുസ്ലിം യൂത്ത് വിങ്ങിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, സഹകാരികളെ, അല്ലാഹു തആല ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മയുടെ വക്താക്കളായി മരണനേരം വരെ ജീവിച്ചു പോകാനുള്ള തന്റെ ഇടവും ആത്മാർത്ഥതയും മഹാഭാഗ്യവും നമുക്കെല്ലാം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെയും പൂർണ്ണമായി ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ക്ഷേമവും ഐശ്വര്യവും സ്വസ്ഥതയും പൂർണ്ണമായ ഈമാനും നമുക്കെല്ലാം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമുക്കും മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, നാമുമായി ജീവിതത്തിന്റെ ഇന്നലെകളിൽ പല നിലയിൽ ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും ചെയ്ത വിശ്വാസിനികൾ, അവർക്കും നമുക്കും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ലിഖായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അല്ലാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ മജ്ലിസിനെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സമാഗതമാകുന്ന വിശുദ്ധ റമളാൻ, ആമുഖമേതും പറയാതെ വിശാലമായ വിഷയത്തിന്റെ ആമുഖത്തിലേക്ക്, പൂമുഖപ്പടിയിലേക്ക് മുഴുവൻ സഹോദരീ സഹോദരന്മാരെയും ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. റമളാൻ സമാഗതമാകാൻ പോകുന്നു. വർഷത്തിൽ നമ്മിലേക്ക് സമാഗതമാകുന്ന വിരുന്നുകാരനെന്ന് മലയാളീകരിച്ച് പറയാവുന്ന പുണ്യങ്ങളുടെ പൂക്കാലം. ഈ റമളാൻ മാസത്തെ നാം എങ്ങനെ സ്വാഗതം ചെയ്യണം, എങ്ങനെ നാം വരവേൽക്കണം, ഇതാണ് വിഷയം. ഏതൊരു സൽക്കർമ്മത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു വിശേഷണമാണ് ഈമാൻ. പൂർണ്ണമായ ഈമാനോടെയാകണം ഒരു സൽക്കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. അപ്പോഴാണ് ആ സൽക്കർമ്മത്തിന്റെ മധുരം നുണയാൻ കഴിയുക. മരവിച്ച മാനസികാവസ്ഥയോടെ, ശൈത്ത വിശ്വാസത്തോടെ ഒരു സൽക്കർമ്മത്തിലേക്ക് പ്രവേശിച്ചാൽ ആസ്വദിച്ച് ആ സൽക്കർമ്മം അനുഷ്ഠിക്കാൻ കഴിയില്ല. ഉദാഹരണം പറയാം. വലിയ അല്ലാഹുവുമായുള്ള ബന്ധമൊന്നുമില്ല, ഒരു മനുഷ്യൻ 5 നേരവും നിസ്കരിക്കാറുണ്ട്. ആ മനുഷ്യന് ആ നിസ്കാരത്തിന്റെ സുഖവും സുഗന്ധവും അനുഭവിക്കാൻ കഴിയില്ല. അതേസമയം നിറഞ്ഞ ഈമാനോടെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു. അവന് ആ നിസ്കാരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലെയും റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല്, അത്തഹിയ്യാത്ത്, നൃത്തം തുടങ്ങിയ സന്ദർഭങ്ങളെ ശരിക്ക് എൻജോയ് ചെയ്യാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. അതേപോലെ വിശുദ്ധ റമളാൻ ഓരോ വർഷവും കടന്നു വരുന്നു. ധാരാളം ദോഷങ്ങൾ ചെയ്ത് കറുത്തുപോയ ഹൃദയങ്ങളുമായി നാം റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യുന്നു.
മരവിച്ച മനസ്സുമായി റമളാൻ മാസം പകൽ നോമ്പ് നോൽക്കുന്നു, രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുന്നു, അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ തഹജ്ജുദ് 2 റക്അത്തോ 4 റക്അത്തോ പതിവായി നിസ്കരിക്കുന്നു. പകൽ സമയങ്ങളിലും രാത്രി നേരങ്ങളിലും ധാരാളമായി ഖുർആൻ ഓതുന്നു. റമളാൻ കഴിഞ്ഞു പോകുന്നു. എല്ലാ മാസങ്ങളും പോലെ റമളാനും കഴിയുന്നു. മാനസികമായ എന്തെങ്കിലും പരിവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒരു പരിവർത്തനവും ഉണ്ടാകാറില്ല. കാരണം നാം നമ്മുടെ വിശ്വാസത്തെ ഈമാനിനെ പൂർണ്ണമാക്കുന്നില്ല. വർത്തമാനകാലത്തെ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ നാം പുതുക്കുന്നില്ല, പൂർണ്ണമാക്കുന്നില്ല എന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നേ ഇല്ല. എന്നാൽ ഒന്നാലോചിക്കണം, ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ അനിവാര്യമായും നാം ഈമാനിനെ പുതുക്കുന്ന പ്രവർത്തനത്തിന് പ്രാമുഖ്യം നൽകിയാൽ, പ്രാധാന്യം നൽകിയാൽ, ഇവിടെ സുഖമായി ജീവിച്ചു പോകുന്നതിന് ദുനിയാവ് തേടുക, ഭാര്യ മക്കൾക്ക് സുഖം നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക, ശാരീരികമായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക തുടങ്ങിയ ഭൗതികമായ വിഷയങ്ങളെക്കാൾ ഉപരി നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ മുൻഗണനാക്രമങ്ങളിൽ ഏറ്റവും പ്രാധാന്യവും ഏറ്റവും ഗൗരവവും ഈമാനിനെ പുതുക്കുന്ന വിഷയത്തിന് നാം നൽകുകയാണെങ്കിൽ മരണനേരം വരെയുള്ള നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണനേരം വരെയുള്ള ദുനിയാവിൽ നമുക്ക് ആവശ്യം തടിക്കാരോഗ്യമല്ല, കയ്യിൽ പണമല്ല, ഈമാനാണ്. മറന്നുപോകരുത് കുട്ടികളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഈമാനാണ്. ഈമാൻ നമ്മുടെ ഖൽബിലങ്ങ് നിറഞ്ഞു കവിഞ്ഞാൽ ഒരു കുപ്പിയിൽ നിറച്ചു വെച്ച വെള്ളം പോലെ, കയ്യിൽ പിടിച്ച ഈ കുപ്പി വെള്ളം പോലെ, കുപ്പിയിൽ നിറയെ വെള്ളമുണ്ട് അല്ലെ, കുപ്പിയിൽ നിറയെ വെള്ളമാണ്, വെള്ളമില്ലാത്ത ഭാഗം ഈ കുപ്പിയിൽ കാണാൻ കഴിയില്ല. ഇതേപോലെ മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ നിറഞ്ഞാൽ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഉന്നതന്മാരാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ മരണനേരം വരെയുള്ള ഭൗതിക ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക വേണ്ട, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യന് ഭയവും വേണ്ട. ഖൽബിൽ നിറയെ ഈമാൻ ഉണ്ടെങ്കിൽ എന്നാണ് അല്ലാഹു പറഞ്ഞ ഈ പരിശുദ്ധമായ വാക്യത്തിന്റെ താല്പര്യം. ഈമാൻ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ആശങ്കയും പരിഭ്രമവും വേണ്ട. അതേപോലെ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഹൃദയം നിറയെ ഈമാനുള്ളവരെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാ. മരണനേരം വരെയുള്ള ഭൗതിക ജീവിത പണിയിൽ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും പരാധീനതകളും പരിഭവങ്ങളും വഴിമുടക്കാൻ വരുമ്പോൾ ആ വൈതരണികളെ, ആ തടസ്സങ്ങളെ തട്ടിത്തന്നുകൊണ്ടപ്പോഴും മോമിനിന്റെ കൂടെ നിൽക്കുന്നു. മാത്രമല്ല ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറബി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറബി, കുറെ വിഭവങ്ങൾ ഉണ്ടാകലല്ല ഐശ്വര്യം. ഓടാൻ വണ്ടി ഉണ്ടാവുക, യഥേഷ്ടം പണം കീശയിൽ ഉണ്ടാവുക, ഒരുപാട് പണം ബാങ്ക് അക്കൗണ്ട് ആയിട്ടുണ്ടാവുക, താമസിക്കാൻ വീടുണ്ടാവുക, സ്ഥായിയായ വരുമാനത്തിന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവുക, വാടക ക്വാർട്ടേഴ്സ് ഉണ്ടാവുക, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാവുക. ഇതൊന്നും ഐശ്വര്യമല്ല, ഇതൊന്നും ഐശ്വര്യമല്ല. സ്ത്രീകളെ, നിങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന,
നിങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന, നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ആടയാഭരണങ്ങൾ കുറെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകൽ ഐശ്വര്യമല്ല. നിങ്ങളുടെ അടുക്കളയിൽ ഗ്രൈൻഡർ ഉണ്ടാവുക, മിക്സി ഉണ്ടാവുക, വാഷിംഗ് മെഷീൻ ഉണ്ടാവുക, ഓവൻ ഉണ്ടാവുക, മോട്ടർ ഉണ്ടാവുക, ഇതൊന്നും ഐശ്വര്യത്തിന്റെ ഭാഗമല്ല. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദി, കുറെ വിഭവങ്ങൾ ഉണ്ടാകൽ ഐശ്വര്യമല്ല. പിന്നെന്താ ഐശ്വര്യം? വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി, ആത്മാവിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. മുഹമ്മദുർ റസൂലുള്ളാഹി, ആത്മാവ് ഐശ്വര്യപൂർണമാവുക. അതിന്റെ പക്ഷ മലയാളം മനസ്സിലായോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുമായി, അതാണ് ഈമാൻ. 24 മണിക്കൂറും അള്ളാന്റെ ഓർമ്മയിൽ. കച്ചവടം ചെയ്യുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും ഭർത്താവോട് ഭാര്യ വർത്തമാനം പറയുമ്പോഴും ഭാര്യയോട് ഭർത്താവ് സമീപിക്കുമ്പോഴും മക്കളെ വളർത്തുമ്പോഴും നീ എവിടെയായാലും നിന്റെ ഹൃദയം നിറയെ അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടാവുക. അതാണ് ഈമാൻ, അതാണ് ഐശ്വര്യം. റസൂലുള്ളാഹി റസൂലുള്ളാഹി. അങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് മടങ്ങി വരണം. 2012 മനോഹരമായ മഴ പെയ്യുന്ന ഈ ജൂൺ മാസത്തെ ധന്യമായ രാത്രിയിൽ കുത്തുപറമ്പിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് റമളാൻ മാസം സമാഗതമാകും മുമ്പ് ഈമാനിനെ പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുമോ? അല്ലാഹു നമുക്കതിന് കരുത്ത് നൽകുമാറാകട്ടെ. ഈ മാസം ഈമാനെ വർദ്ധിപ്പിക്കാൻ ധാരാളം മാർഗമുണ്ട്. ഒരു മാർഗം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് കേൾക്കൂ. സ്വഹാബാക്കളോട് പറഞ്ഞു, ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാനിനെ പുതുക്കണം. നമ്മൾ സാധാരണ നല്ല വിശേഷ ദിവസങ്ങൾ വരുമ്പോ പുരയുടെ പെയിന്റ് മാറ്റിയടിക്കും. കല്യാണം വരുമ്പോ, പഴയ കാലത്തൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോ, റമളാൻ മാസം വരുമ്പോഴൊക്കെ പള്ളി, ചില മുസ്ലിം ഗല്ലികൾ, മുസ്ലിം നാട് മുഴുവനും പെയിന്റ് അടിക്കും റമളാൻ കാലം. പഴയ കാലത്തൊക്കെ. ഇപ്പൊ റമളാനും ശവ്വാലും ശഅബാനും ഒക്കെ കണക്കാണ് അല്ലേ? വീടൊന്ന് മോഡിഫൈ ചെയ്യും, നമ്മളെല്ലാം മോഡിഫൈ ചെയ്യും. ഷർട്ടും മുണ്ടും പഴകുമ്പോ മാറ്റും, പുതിയത് വാങ്ങും അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് പഴകുമ്പോ അതൊന്ന് ഭംഗിയാക്കിയെടുക്കും, സർവീസ് കൊണ്ടുപോകും. ഇങ്ങനെല്ലാം നാം മോഡിഫൈ ചെയ്യും. ഈ മോഡിഫൈ പോലെ, ഈ ഭംഗി കൂട്ടുന്ന ഏർപ്പാട് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഖ്തിദൂ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണേ. എങ്ങനെയാണ് ഈമാനിനെ പുതുക്കേണ്ടത്? എന്താ ഈമാനെ പുതുക്കാൻ പറയാൻ കാരണം? ഉള്ളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കയറിയ പിന്നെ അതവിടെ നിന്നോളൂലേ ഉസ്താദേ, അതിനെ പുതുക്കണോ ചോദിക്കും. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോ നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ വഴിയിൽ പല വിഷയങ്ങളുമായും ബന്ധപ്പെടുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഈമാനിന്റെ മാറ്റ് കുറയും. ഉദാഹരണം പറഞ്ഞുതരാം. ദിവസവും ഇരുന്നിട്ട് ഫിത്നയും ഫസാദും പറയുമ്പോ അങ്ങനല്ലേ കുറെ ആള് നമ്മുടെ ഇടയിൽ അധികം സംസാരിക്കുന്ന ടൈപ്പ് കുറെ ആളുകളുണ്ട്. അവർ പൊതുവെ ചിലപ്പോഴൊക്കെ, എല്ലാരും അല്ല, കുറെ ഫിത്ന പറഞ്ഞു പോകും, കുറെ കളവ് പറഞ്ഞു പോകും. വേറെ എവിടെയും പോകണ്ട, ഭാര്യയോടും കുട്ടികളോടും പറയും, കുറെ ഫിത്ന പറയും, കുറെ ഫസാദ് പറയും, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുറെ തോന്നിയാസങ്ങൾ പറയും. എന്താ ഉണ്ടാകാന്നറിയോ? ആഖിറത്തിലെ ശിക്ഷ മാത്രല്ല, അതൊക്കെ നിന്റെ കൽബിൽ കറുത്ത പുള്ളികൾ വീഴ്ത്തും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്തിബൂൻ, എല്ലാം നിന്റെ കൽബിൽ ഓരോ പുള്ളികൾ വീഴ്ത്തും. ചെയ്യുന്ന ദോഷം മുഴുവനും കൽബിൽ പുള്ളി വീഴ്ത്തും. പുള്ളി വീണ എന്തുണ്ടാകുക? സ്വാഭാവികമായും കൽബിന്റെ നിറം മങ്ങും, കറുത്തു പോകും. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ കൽബിൽ നിന്ന് ക്ഷയിച്ചു തുടങ്ങും. ഏത് ദോഷമായാലും, ഇപ്പൊ നോക്കൂ, സീരിയൽ കാണാൻ, സിനിമ കാണാൻ, ഫേസ്ബുക്ക് എടുത്തിട്ട് പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യാൻ, പുതിയ കാലത്തെ ദുസ്വഭാവങ്ങളായതൊക്കെ, ടെലിഫോൺ ശൃംഗാരം, കണ്ട അന്യ പുരുഷന്മാരോട് കൊതിക്കുടയുന്ന പെണ്ണും
പെണ്ണിനോട് കൊഞ്ചിക്കുഴയുന്ന ആണും വർത്തമാനകാലത്തിന്റെ ശാപമായില്ലേ? ഇതൊന്നും വലിയ തെറ്റല്ല എന്ന വിചാരം നമ്മുടെ മനസ്സിൽ വന്നു പോയില്ലേ? ഏത് ദോഷമായാലും നീ പ്രായപൂർത്തിയെത്തിയത് മുതൽ ചെയ്യുന്ന ദോഷങ്ങളൊക്കെ നിന്റെ ഈമാനിന്റെ ബലം കുറക്കുന്നു, നിന്റെ വിശ്വാസത്തിന്റെ ശക്തി അതുകൊണ്ട് ക്ഷയിച്ചു പോകുന്നു. മുസ്ലിമേ, തിരക്ക് പിടിച്ച നിന്റെ ജീവിതയാത്രയിൽ നീ നിർവഹിക്കേണ്ട അനിവാര്യമായ ഒന്നാമത്തെ പ്രവർത്തനം നിന്റെ ഈമാനിനെ പുതുക്കലാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ കൈഫ നുജദ്ദിദു ഈമാനനാ, ഞങ്ങളെങ്ങനെയാ ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത് നബിയേ? മറുപടി പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോ വിശ്വാസിയും അവന്റെ ഒഴിവുള്ള സന്ദർഭങ്ങളിൽ ഏകാഗ്രതയോടുകൂടെ അല്ലാഹുവിലേക്ക് ഹൃദയ കവാടങ്ങൾ തുറന്നു വെച്ചിരുന്ന് കലിമത്തു ഷഹാദയിലെ ആദ്യ ഭാഗം കലിമത്തു ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കുമോ? അതുകൊണ്ട് അവന്റെ ഈമാൻ കൂടുന്നതാണ്. അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്റെ ചെറുപ്പക്കാരും എന്റെ മധ്യമയസ്കരും എന്റെ പ്രായമുള്ളവരും എന്റെ കുട്ടികളും ഈ ദൗത്യം ഏറ്റെടുക്കുമോ? ഈ റജബ് മാസം മുതൽ ശഅബാൻ 30-ാം ദിവസം വരെ പകലും രാവും ഒരു ലഹരിയായി ആവേശമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടു നടക്കുമോ? റമളാൻ ഒന്നിന്റെ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. ഈ റമളാൻ എന്റെ പഴയ റമളാൻ പോലെയാകില്ല. ഈ റമളാൻ മാസം ഞാൻ പരിധി വിട്ട് ഖുർആൻ ഓതും, ഒറ്റ തറാവീഹും മുടക്കില്ല, ഒറ്റ പകലിലും ഞാൻ കളവ് പറയില്ല, ഗീബത്ത് പറയില്ല. പുതിയ പ്രതിജ്ഞകൾ പുതുക്കാൻ നമുക്ക് സ്വന്തമായി സാധിക്കും. ഇഖ്ലാസോടെ തുടങ്ങണം. മറന്നുപോകല്ലേ? ഈ ഒറ്റപ്പാട് ശരിക്കും താഴെ ഇരിക്കുന്നത് മനസ്സിലാവുക, ഈ മുഴക്കം കൂടിയിട്ട് മനസ്സിലാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നു മുതൽ ലേഹ്യം കഴിക്കും പോലെ, ഒരു അരിഷ്ടം കഴിക്കും പോലെ, ഒരു ടോണിക് കഴിക്കുന്നത് പോലെ വിശ്വാസികളെ മരണനേരം വരെ നാം കൊണ്ടു നടക്കേണ്ട മുദ്രാവാക്യമാണിത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, അഫ്ളലു മാ ഖുൽതു, ഞാൻ നാവ് കൊണ്ട് ഉരുവിട്ട മുദ്രാവാക്യങ്ങളിൽ, പുണ്യമന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം പോരാ, വനവം വന്നബിയ്യൂന മിൻ ഖബ്ലി, എന്റെ മുമ്പുള്ള മഹാന്മാരായ അമ്പിയാൾ അവരെ നാവ് കൊണ്ടൊരുവിട്ട മുദ്രാവാക്യങ്ങളിൽ, പുണ്യമന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ 1400 കൊല്ലങ്ങളിലെ മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിച്ചില്ലേ? അവരിൽ പലരും പല പട്ടിണികളെയും പല പരീക്ഷണങ്ങളെയും നേരിട്ടവരല്ലേ? ദാരിദ്ര്യം അനുഭവിച്ചവരാ കൂട്ടത്തിലുണ്ട്, മാരകങ്ങളായ രോഗങ്ങളെ നേരിട്ടവരാ കൂട്ടത്തിലുണ്ട്. അന്നത്തെ മുസ്ലിമീങ്ങൾ ഈമാനിന്റെ വഴിയിൽ പിടിച്ചു നിന്നില്ലേ? അവരാരും മാനസികമായി തളരാതെ അവരെ ഇസ്ലാമിക സംസ്കാരത്തെ സമ്പൂർണമാക്കി ലോകത്തോട് വിട പറഞ്ഞില്ലേ? കാരണം എന്താണ്? അവർക്കുണ്ടായ അസാമാന്യമായ മനക്കരുത്തിന്റെ പിന്നിലുള്ള രഹസ്യം അവരെ ഈമാനാണ്. അവരെ ഈമാൻ കൂടാൻ കാരണം അവര് ജീവിതത്തിൽ ശീലിച്ച തഹ്ലീലിന്റെ പുണ്യമന്ത്രങ്ങളാണ്. പഴയ കാലത്തെ വിശ്വാസികളൊക്കെ പുരയിൽ ഇരുന്നിട്ട് കഞ്ചുൽ അറസ് ചൊല്ലും. കഞ്ചുൽ അറസ് ചൊല്ലും. നിങ്ങളുടെ 10 വക ഏട്, 313 വക ഏട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ പുതിയ കാലത്തെ പുതിയ സംഘടനകളിൽ ചിലരൊക്കെ ഈ കഞ്ചുൽ അറസ്, അഅ്ളമുസ്സലാത്ത്, നൂറുൽ ഈമാൻ ഇതിനൊക്കെ വിമർശിക്കുന്നവരുണ്ട്.
ഇവിടെ മനസ്സിലാക്കണം, കലിമത്തു ത്വയ്യിബയെ, കലിമത്തു തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ നാവ് കൊണ്ട് ചൊല്ലുമ്പോഴാണ് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക. പുതിയ മനഃശാസ്ത്ര പുസ്തകങ്ങളിൽ കാണാം, നാവ് കൊണ്ട് ആവർത്തിച്ച് ഉരുവിടുന്ന വാക്ക് മനുഷ്യന്റെ അബോധ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അബോധ മനസ്സിലേക്ക് ആ വിഷയം അങ്ങ് കയറി നിന്നാൽ അല്ലെ, അതിനനുസരിച്ചായിരിക്കും പിന്നെ അവന്റെ ജീവിതം. പത്രങ്ങളിൽ ഈ കൊലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദിവസവും വരുന്നൊരു പദമാണ് ശരീരഭാഷ. എനിക്ക് മനസ്സിലാക്കണേ, ബോഡി ലാംഗ്വേജ് എന്ന് പറയും. ശരീരഭാഷ അത് പലതരത്തിലുണ്ട്. അക്രമത്തിന്റെ ശരീരഭാഷ ഉണ്ട്, അല്ലെ, അഹങ്കാരത്തിന്റെ ശരീരഭാഷ ഉണ്ട്, അങ്ങനെ പല ഭാഷയുണ്ട്. ഈ എനിക്ക് സുഖമില്ല എന്ന് പറയുന്നവരുടെ ശരീരഭാഷ എപ്പോഴും ഒരു തരം അസുഖബാധിതന്റെ ഒരു ഉണർവുണ്ടാവൂല, ഒരു ആക്ടിവിറ്റി. ഇങ്ങോട്ട് ചില വേദക്കുന്ന കൂട്ടത്തിലുണ്ടാവും ചിലക്ക് അങ്ങനെ, നിങ്ങളങ്ങനെ പറഞ്ഞപ്പോ നമ്മളോട് ഇരുന്നോളാപ്പ നമുക്കൊന്ന് ഉണർന്നിരുന്നിട്ട് കേൾക്കണം. അങ്ങനെ പറയുമ്പോഴേ എനിക്ക് പറയാനുള്ള ആവേശം ഉണ്ടാവും. എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കാണുമ്പോൾ തന്നെ കാണും എപ്പോഴും വയസ്സ് 25 ഓന്റെ ശരീരം കണ്ട 75 വയസ്സ് മതി. കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവും, എന്നാലും എനിക്ക് ടൈറ്റാണ്. ചില ടൈറ്റ് ഫിറ്റ് അസോസിയേഷൻ പെണ്ണുങ്ങളല്ലോ, ടൈറ്റാണ്. ഇപ്പൊ സീസൺ മോശമാണ്, അൺസീസണാണ്, ടൈറ്റാണ്. ഇത് പറയുന്നവന്റെ മോന്തൊക്കെ നോക്കിയാൽ മതി, എപ്പോഴും വെടികൊണ്ട ഡേസിന്റെ മുഖം പോലെ ഉണ്ടാവും. എന്റെ ബാക്കി ഞാൻ പറയുന്നില്ല, പറയുമ്പോ അങ്ങോട്ട് നോക്കല്ലേ. നിങ്ങൾ തന്നെ പറയുന്ന സുഖരുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ കുറെ ആളെ കുറിച്ചാണ്. എപ്പോഴും ടൈറ്റാണെന്ന് പറയുന്നു. കാരണം എന്താ, ഈ നാവ് കൊണ്ട് ഉരുവിടുന്ന വാക്ക് മനുഷ്യന്റെ കൽബിൽ കയറും. മനുഷ്യന് 2 മനസ്സുണ്ട്, ബോധ മനസ്സ്. ചില പെണ്ണുങ്ങളില്ലേ, ഒരെ കയറിയ ഉടനെ തന്നെ അതില്ല യാത്രക്കാരൻ്റെ മാതിരി ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കി ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ ഒരിക്കലും ടെൻഷൻ പറയാതെ ഉള്ളിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ വർത്തമാനങ്ങൾ പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് നമുക്ക് അറ്റാക്ക് വരില്ല. എപ്പോഴും പ്രത്യാശയുടെ ഇത് കേൾക്കുന്ന ആണുങ്ങൾ എന്റെ ഓടാജാതിയ വീട്ടിൽ നന്നായിട്ടൊന്ന് പരിപ്പാക്കണം. പ്രത്യാശയുടെ വർത്തമാനം പറയുന്ന ഭാര്യയുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വരില്ല. അയാളുടെ BP നോർമൽ റേഞ്ചിൽ നിന്ന് മേലോട്ട് കയറൂല. അയാൾ രക്ഷപ്പെട്ടു. നമ്മൾ അങ്ങനെയാകണം. എല്ലാവരോടും ഞാൻ പറയാണ്, ദുആ ചെയ്യിപ്പിക്കാം. പ്രയാസങ്ങളുണ്ട്, ദുആ ചെയ്യണം. ഇത് ഞാൻ ആളോട് പേറി പറയുക എന്ന് വളരെ മോശം വിഷയം. ഇതാണ് ഇൻഷാ അല്ലാഹ് 2012 ജൂൺ മാസമല്ലേ, ഒരു റജബ് മാസത്തിന്റെ ധന്യമായ മഴ പെയ്തു നനഞ്ഞു തോർന്ന അല്ല ശീതളമായ രാത്രിയല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഉത്കണ്ഠകളുള്ള ആളുകളില്ലേ, ആശങ്കയുള്ളവരില്ലേ, ഭൗതികമായ പ്രയാസങ്ങളാൽ വീർപ്പുമുട്ടുന്ന മനസ്സുമായി ഈ വയതിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നവരില്ലേ. എല്ലാ അസ്വസ്ഥതയും നീങ്ങി കിട്ടണോ? ഏറ്റവും നല്ല കലിമ, ഏറ്റവും നല്ല ദിക്ർ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അബോധ മനസ്സിൽ കയറും. കൽബിൽ നിറയെ അല്ലാഹു എന്ന വികാരം ആവേശമായി ലഹരിയായിട്ടങ്ങ് കയറി വരും. അപ്പോൾ നിസ്കരിക്കുവാൻ താല്പര്യം കൂടും, നോമ്പ് നൽകാൻ താല്പര്യം കൂടും. പടച്ച അല്ലാഹു എന്റെ കൂടെ എവിടെയോ അടുത്തു നിൽക്കുന്നു എന്ന ബോധം വരും. പിന്നെ അവനോടധികം വേദ പറയേണ്ട, അവൻ വേദ കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. വേണ്ടി അവന്റെ അടുക്കലേക്ക് അങ്ങോട്ട് പോകേണ്ട, ഉപദേശം കേൾക്കാൻ വേണ്ടി അവൻ ആലിമീങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരും. ഇൻഷാ അല്ലാഹ് നമ്മെ അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അതിന്റെ അധ്വാനം നമ്മൾ ഏറ്റെടുക്കണം. എല്ലാവരോടും ഞാൻ പറയാം, ഈ അധ്വാനം സ്ത്രീകളെ പുരുഷന്മാരെ ഒരു ദിവസം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുമോ? അത് ഇഖ്ലാസോടെയാകണം. വെറുതെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് ചൊല്ലി തീർക്കരുത്. എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് 1000 ചൊല്ലലല്ല. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, എനിക്ക് ആരാധനാ ഭാവം ഒന്നിനോടുമില്ല. ഇല്ലല്ലാഹ്,
അല്ലാഹുവല്ലാതെ എല്ലാ ആരാധനാഭാവവും എന്റെ അല്ലാഹുവിനോട് മാത്രമാണ്. ലാ മഅ്ബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, സത്യത്തിൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ല. ഒരു ഭർത്താവിന്റെ കൽബിൽ ഈ ബോധമുണ്ടാകണം. എന്റെ ഭാര്യയോട് എനിക്ക് ആരാധനാഭാവമില്ല, എന്റെ ഉമ്മയോട് എനിക്ക് ആരാധനാഭാവമില്ല, എന്റെ ഉപ്പയോട് എനിക്ക് ആരാധനാഭാവമില്ല, മക്കളോടില്ല, പണത്തോടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവോടല്ലാതെ സ്ത്രീകളെ എന്റെ ഭർത്താവോട്, മക്കളോട്, മാതാപിതാക്കളോട്, ആടയാഭരണങ്ങളോട്, വേഷഭൂഷാദികളോട്, സുന്ദരങ്ങളായ മണിമന്ദിരങ്ങളോട്, രമ്യഹർമ്യങ്ങളോട് ഒക്കെ ഇല്ല. ഇങ്ങനെ കുറെ ബന്ധവും അടുപ്പൊക്കെ പറ്റും. ആരാധനയാകാൻ പാടില്ല. പണത്തെ ആരാധിച്ചു പോയവരില്ലേ അല്ലേ? 24 മണിക്കൂറും പണം 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 പണം. അല്ലാഹു നമ്മുടെ കൽബിൽ അങ്ങനത്തെ ഒരു ബോധം ഇല്ലാതാക്കി തരട്ടെ. വാദിക്കാൻ ഇരുന്നാൽ പോലും ചോട്ടായ 5 ലക്ഷമേ, ബ്ലോക്കായ 12 ലക്ഷമേ, കിട്ടാനിരിക്കാൻ വരാൻ പോകുന്ന ഒരു കുറിയിൽ നീ കടിക്കാൻ പോകുന്ന 2 കോടിയെ ഇതിങ്ങനെ ആലോചിക്കാൻ കിട്ടിയാൽ പോലും അതന്നെ ചിന്ത. എന്റെ വടായിക്കാരൻ നമുക്ക് പറയും, മനുഷ്യനല്ലേ, സ്വാഭാവികമായി അങ്ങനെയൊക്കെ ഉണ്ടാകൂലേ എന്ന്. പറ്റില്ലടോ. പണം കീസയിൽ വെക്കാം. കൽബിൽ മഹാന്മാരായ സൂഫിയാക്കൾ പറയാറുണ്ട്, പണം നിന്റെ കീസയിൽ വെക്കാം, പക്ഷേ കൽബിലേക്ക് ആ പണത്തെ എടുത്തു കയറ്റല്ലേ. പണത്തിന്റെ അടിമയായാൽ അവൻ പരാജയപ്പെട്ടു. അടിമയാകാൻ പാടില്ല. അടിമത്വം അല്ലാഹുവിനോടുള്ള എല്ലാ അടിമത്വവും റബ്ബേ നിനക്ക് മാത്രം. വാനേഴ്പുതൂനി, എനിക്ക് ഇബാദത്ത് ചെയ്യണേ. ഹദാ സിറാത്തും മുസ്തഖീം, നേരായ മാർഗം ഇതാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണം ഞാൻ പറയുന്നില്ല. തിരക്കുകൾക്കിടയിൽ നിങ്ങൾ എണ്ണം പിടിക്കണമെന്നുമില്ല. കോൺസെൻട്രേഷനോടെ, ഏകാഗ്രതയോടെ പരിധി വിട്ടിട്ട് ഈ ദിക്റ് ചൊല്ലുക. റമളാൻ വരെ മരിക്കോളൂന്ന പറയേണ്ടത്. ഇവിടെ സമാഗതമാകുന്ന റമളാനാകുമ്പോ ഇൻഷാ അല്ലാഹ് ശഅബാൻ അവസാനിക്കുന്നത് വരെ ചൊല്ലുക. മാറ്റം വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. റജബ് മാസം മിഅ്റാജിന്റെ യാത്രാവേള. ഖലീലുല്ലാഹി ഇബ്രാഹിം ഉറക്കെ പറയും. നല്ല പറഞ്ഞേ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക പരമ്പരയിലെ അബുൽ അംബിയാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്രാവേളയിൽ കണ്ടുമുട്ടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തില്ലേ? അത് സ്വർഗത്തിലെ കൃഷിയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ സമുദായത്തോട് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ. അത് കലിമത്തു ഷഹാദയെ, കലിമത്തു ത്വയ്യിബയെ, കലിമത്തു തൗഹീദിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ദിക്റിന്റെ സമാഹാരമാണ്. ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖൽബിൽ ഈമാൻ കൂടും. നമുക്കതിനനുസരിച്ചുള്ള വലിയ വലിയ പുരോഗതികൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദു ഉറക്കെ ചൊല്ല്. മൂക്കോട്ട് ചൊല്ലുന്ന ആളെ ചൊല്ലണ്ട, വായോട് ചൊല്ലാൻ കഴിയുന്നത് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല. ഔല എന്ന് പറയുന്നവരുണ്ടോ? അത് മലപ്പുറം ജില്ലയിലെ അവിലാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതിലുള്ള ഓരോ ദിക്റും സുബ്ഹാനല്ലാഹ് ഏതാ സാധനം എന്നറിയോ? ദിക്റുൽ ഖലായിഖി, ദിക്റുൽ മഖ്ലൂഖീൻ. പടച്ചറപ്പിന്റെ സൃഷ്ടികളായ എല്ലാ സൃഷ്ടിയുടെയും ദിക്റാണ്. തെങ്ങ് ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ്, കവുങ്ങ് ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ്, പിലാവ് ചൊല്ലുന്നു, മാവ് ചൊല്ലുന്നു, സൂര്യൻ ചൊല്ലുന്നു, നക്ഷത്രങ്ങൾ ചന്ദ്രൻ ചൊല്ലുന്നു, പാറ്റകൾ ചൊല്ലുന്നു. അബ്ദുൽ ഗഫൂറിന്റെ ഡയലോഗല്ല. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും ചൊല്ലുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്.
നമ്മളും ചൊല്ലുക. അപ്പോ ഈ ചരാചരങ്ങളിൽ നമ്മളും ഒരു അംഗമാവുകയായി നമ്മളത് ചൊല്ലണം. സുബ്ഹാനല്ലാഹി 2 വൽഹംദുലില്ലാഹി. ഏതാ സാധനം അറിയോ അൽഹംദുലില്ലാഹ്? അത്തുഹൂറു സത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. നാളെ നന്മയും തിന്മയും തൂക്കുന്ന നേരത്ത് നന്മയുടെ തുലാസിലേക്ക് നമ്മൾ ചൊല്ലിയ ഒരു അൽഹംദുലില്ലയെ എടുത്തു വച്ചാൽ തുലാസിനെ അത് നിറക്കുന്നതാണ്. ഒന്ന് ചൊല്ലിയാ മതി, തുലാസ് നിറയും. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അത് നന്ദിയുടെ വാക്കാ. റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന വാക്ക് അൽഹംദുലില്ലയല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറ്? അൽഹംദുലില്ലാഹി അത്നി ഹാദാ. അതെ, മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ നമ്മൾ എന്താ പറയാറ്? ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വഅഫാനി. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞോടുകൂടെ നാം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അത് ഏറെ ബറക്കത്തുള്ള ദിക്റാണ്. 3 പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യന്റെ നാവ് കൊണ്ടുരുവിടുന്ന പദങ്ങളിൽ അല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതും പെട്ടു. പിന്നെ അല്ലാഹു അക്ബർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മിനയിലെ മൻഹറിൽ കൊണ്ടുപോയിട്ട് കിടത്തി മൂർച്ചയുള്ള വാളെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അല്ലേ ആഞ്ഞാഞ്ഞ് വലിക്കുന്ന നേരത്ത് ആ പ്രവാചക പുങ്കവന്റെ പുണ്യം ചെയ്യപ്പെട്ട ചുണ്ടിൽ വിരിഞ്ഞ ദിക്റാണ് അല്ലാഹു അക്ബർ. ഈ മകനെക്കാളും എനിക്ക് വലുതെന്റെ അല്ലാഹുവാണ്. ഈ മകൻ എനിക്ക് ചെറുതാണ്. അല്ലെ, വാൾത്തലപ്പ മകന്റെ നിഷ്കളങ്കമായ കടുത്തിൽ വെക്കേണ്ട സമയത്ത് ഈ മകന്റെ ചുണ്ടിൽ വിരിഞ്ഞ ദിക്റും അല്ലാഹു അക്ബർ. ഉപ്പാ എന്റെ തടി ചെറുതാണ്, അല്ല വലുതാണ്. ഓരോ നേരവും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ഭക്തിദായകമായ ശബ്ദം മുഴങ്ങുമ്പോൾ നാം ഓർമ്മിക്കണം ഒന്നാമത്തെ വാക്ക് അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും വലിയവനാണ്. കച്ചവടക്കാരനെ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ ആലോചിക്കണം, എന്റെ കച്ചവടം ചെറുതാണ്, അല്ല വലുതാണ്. ഇപ്പോൾ ഞാൻ നിർവഹിക്കേണ്ട പ്രവർത്തനം കച്ചവടം ചെയ്യലല്ല, അല്ലാഹുക്ക് ഉത്തരം നൽകലാണ്. ഓരോ നേരവും അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ ഓർമ്മിക്കണം, എന്റെ തടി ചെറുതാണ്, എന്റെ കച്ചവടം ചെറുതാണ്, എന്റെ എല്ലാ താല്പര്യങ്ങളും ചെറുതാണ്, വലുത് അല്ലാഹുവാണ്. അവസാനം ചൊല്ലുന്ന ദിക്ർ വലാ ഹൗല. എന്നോട് ഞങ്ങൾ കിടക്കുന്ന ചൊല്ലിയ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ. വസീയങ്ങ പറയുന്ന വേഗിൽ ചളിയുള്ളത് കൊണ്ട് മുമ്പോട്ട് കയറിയിരുന്നാൽ നല്ലതാണെന്ന്. കയറി ഇരിക്കാവുന്ന ആൾക്കാർക്കൊന്ന് ഇരുന്ന് തന്നാൽ ബുദ്ധിമുട്ടായിട്ടിരിക്കരുത്, എന്നാൽ ചളിയില്ലാതെ ഇരിക്കാം. നമുക്ക് വേഗം പിരിയുകയും ചെയ്യാം. ഞാൻ പരിധി വിട്ട് സംസാരിക്കുന്ന ആളല്ല. മുമ്പോട്ട് കയറിയിരുന്നോ? മുമ്പോട്ട് കയറി ഇരിക്കാവുന്ന ആളുകൾക്ക് മുമ്പോട്ട് കയറി ഇരിക്കാം. ഇപ്പോൾ പിറകിൽ നിൽക്കുന്ന ആൾ കരുതും ഹൗസ്ഫുള്ളാണ്, ഒറ്റ കസേര ഒഴിവില്ല. മുമ്പിൽ ഒരുപാട് കസേര ഒഴിവാണ്. പിറകിൽ നിൽക്കുന്ന സംഘാടകര് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു നോക്കണം. അവസാനത്തെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എന്താ സാധനം? ലാ ഹൗല. ഏതാ സാധനം അറിയോ? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന. സ്വഹാബാ, സ്വർഗത്തിലെ നിധികളിൽ നിന്ന് ഒരു നിധിയെ ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബാക്കൾ ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ എന്ന് മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ് ലാ ഹൗല
വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റജബ് മാസം 27-ാം രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമ്മാനിച്ച ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിയാലും കാര്യം സാധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എണ്ണമില്ലാതെ ഈ ദിക്റിങ്ങനെ ചൊല്ലുമ്പോ കൽപ്പുണരുന്നു, ഹൃദയതന്ത്രികളിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശം കയറി വരുന്നു, പടച്ചിറപ്പ് കൂടെയുണ്ടെന്ന ബോധം ഹൃദയത്തിലങ്ങ് തെളിയുന്നു. മരണനേരം വരെയുള്ള ഭൗതിക ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ചുരുങ്ങി കിട്ടുന്നു. ഇബാദത്ത് ചെയ്യുമ്പോൾ വല്ലാത്ത റാഹത്ത് തോന്നുന്നു. നിസ്കരിച്ചിട്ട് മതി വരുന്നില്ല, നിസ്കരിച്ചിട്ട് ആഗ്രഹം തീരുന്നില്ല, നോമ്പ് നോറ്റിട്ട് മതിയാകുന്നില്ല, സ്വതക്ക കൊടുത്തിട്ട് കൊതു തീരുന്നില്ല. ഈമാനുള്ള മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അവർക്ക് നിസ്കരിച്ചിട്ട് മതിയായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സഹാബാക്കൾക്ക് നിസ്കരിച്ചിട്ട് മതിയായില്ല. എന്താ കാരണം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റയിന്റെ സന്ദേശമായിട്ട് വന്നിട്ട് ഉടനെ നിസ്കരിക്കാനല്ല പറഞ്ഞത്. ആദ്യമായി ഇരുണ്ട കൽബുകളിൽ അല്ലാഹുവിന്റെ സാന്നിധ്യം ഇറക്കി, അല്ലാഹ് കൂടെയുണ്ട് എന്നുള്ള ബോധം, വിശ്വാസത്തിന് അവരുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുത്തു. അവർക്കൊക്കെ അല്ലാഹു ഒരു ലഹരിയായി അപ്പ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി, മതിയായില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബാക്കൾക്കും നിസ്കരിച്ചിട്ടും മടുപ്പ് തോന്നിയില്ല. ഒരൊറ്റ ദിവസം 1000 സുജൂദ് ചെയ്ത സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം 1000 സുജൂദ് മതി വരുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ സ്വഹാബാക്കളെ പോലെയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറിയിട്ട്, ഈ മരവിപ്പ് നീങ്ങിയിട്ട്, ഈ അലസത മാറിയിട്ട് ഒരു ഉണർവുണ്ടാകണം. ഈ കൊല്ലത്തെ റമദാനിലെങ്കിലും അതിന് ദിക്ർ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് റജബിലും ശഅബാനിലും ദിക്ർ ചൊല്ലി ഖൽബിനെ പാകപ്പെടുത്തുമോ? വാദ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. എല്ലാരോടും ഇപ്പൊ നമുക്ക് ദുആ ചെയ്യുമ്പോ അല്ലാഹ് അടുത്തുണ്ട് എന്നുള്ള ബോധമുണ്ടോ? നിങ്ങൾ എനിക്കറിയില്ല. പൊതുവെ വർത്തമാനകാലത്തെ മുസ്ലിം സമൂഹത്തെ എനിക്കറിയാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് തോന്നുന്നത് മൻമോഹൻ സിംഗ് ഡൽഹിയില്, ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ വർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയില്, ബറാക് ഹുസൈൻ ഒബാമ അമേരിക്കയില്, അല്ലാഹു അർശില്, ഞാൻ ഭൂമിയില്, എവിടെയോ ഉള്ള അല്ലാഹ് ഇവിടെ നിൽക്കുന്ന ഞാൻ. അല്ലാഹുവിന്റെയും എന്റെയും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണോ? ചില ആളുകളുണ്ട് ദുആയൊക്കെ ചെയ്യുമ്പോ അല്ലാഹ് ഇത് നീ കേൾക്കുവോ, ഇനിയിപ്പം വേറെന്തെങ്കിലും പരിപാടിയിലാണോ? ഞാനിങ്ങനെ കുറെ ഇത് ഖത്തീബ് ഉസ്താദ് ദുആർക്കാൻ ഇഖ്ലാസോടെ ഖത്തീബ് അങ്ങനെ ദുആർന്നുകൊണ്ടിരിക്കുമ്പോ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, ഇവന്റെ മനസ്സുകൊണ്ട് വായോണ്ട് പറയില്ല എന്തിനാ എന്താ ആവശ്യത്തിനാ. ഒരുതരം നിരാശ, ഒരുതരം നിരസത. കാരണം എന്താ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പുരയിൽ അൽഫാത്തിയ വേണം, ഇടക്കും തലക്കും വേണം. ഇപ്പൊ പുതിയപ്പോൾ ഇറങ്ങാൻ പോവാ, അമ്മ ഫാത്തിയ വിളിക്ക്, ഫാത്തിയ ഒരെണ്ണം ഓതുകയാണ്, ഞാൻ പറയുന്നത് ഓതുകയാണെങ്കിൽ അത് കാരണം എന്താ? ആ പുതിയപ്പളെ ഇറങ്ങുമ്പോ പ്രാർത്ഥനാപൂർവം ഇറങ്ങുക, ഒന്ന് സൈലന്റ് ആവുക. എല്ലാവരും ഫാത്തിഹ ഓതുന്നതേതാ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഫാത്തിഹ ഓതുമ്പോൾ അവിടെ അവഹേളനമല്ലേ? പുതിയാപ്പള ഇറങ്ങിപ്പോകുന്ന നേരത്തെ ഫാത്തിഹയ്ക്ക് പ്രാധാന്യമില്ല. മാലയിടാനാണ് പ്രാധാന്യം, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാനാണ് പ്രാധാന്യം, കെട്ടിപ്പിടിക്കാനാണ് പ്രാധാന്യം. ഫാത്തിഹ ഓതുന്നവൻ അങ്ങനെ പോകാൻ അത് ഫാത്തിഹ ആകുന്നുണ്ടോ? അല്ലാഹു അക്ബർ. പിന്നെ എല്ലാവരും കുറച്ചു ആ ഇമാമ് കുറച്ചധികം വരുന്നു പോയി പടച്ചവനെ അല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ. അപ്പൊ ഈ ഇമാമിന്റെ ഈ ചെവിയിലും ആ ചെവിയിലും പോയിട്ട് കുട്ടികൾ ആമീൻ ആമീൻ തീരാൻ വേണ്ടിയിട്ട് ആലോചിച്ചു നോക്കൂ.
ഈ ദുആയിൽ ഏത് ദുആയാലും നിസ്കാരത്തിന് ശേഷം ഖത്തീബ് ഉസ്താദിന്റെ ദുആ കുറച്ച് കടന്നുപോയി, പിന്നെ ആ തലക്കെട്ടിലേക്ക് തന്നെ നോക്കും. ഇയാൾക്കെന്താ കോമൺ സെൻസ് ഇല്ലേ? ശരിയാണ്, പരിധി വിട്ട് ദുആ ചെയ്യുമ്പോ പിറകിൽ നിൽക്കുന്ന ആളെ കൂട്ടത്തിൽ തിരക്കുള്ളവരുണ്ടാവും. അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോയാൽ മതി, കഴിയോളം ഇരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നാൽ ഇങ്ങനെ നോക്കുക, കാരണം എന്താ, നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അള്ളാഹു അടുത്തുണ്ട് എന്ന ബോധം ആർക്കുമില്ല. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവര് പറയും നമുക്ക് അള്ളാഹു ഞങ്ങളുടെ കൂടെ അള്ളാഹ് സംഘടനാ ലെവലിൽ അവർ പറയും ഞങ്ങൾ അള്ളാഹു അടുത്താണ്. അവരല്ലാഹുവിനെ പദാർത്ഥവൽക്കരിച്ചു, മെറ്റീരിയലാക്കി, ആത്മാവോട് ചേർത്ത് നിർത്താതെ അവരിങ്ങനെ പറയും പ്രപഞ്ച ആകാശഭൂമികളുടെ നാഥ, പ്രപഞ്ചത്തിന്റെ ശില്പിയായ നാഥ, ലോകാലോകങ്ങളുടെ നാഥ. ഇവിടെയോ ഒരു പച്ച മലയാളത്തില് അല്ലെ, ഇവിടെയോ അള്ളാനെ നിർത്തിയിട്ട് ഇവിടെ വെച്ച് ദുആ ചെയ്യുക. ഒരു കാര്യം നമ്മളൊക്കെ ആലോചിക്കണം, എല്ലാ സംഘാടകരോടും ഞാൻ പറയാൻ, അള്ളാഹു എവിടെ നിൽക്കണം? അള്ളാഹു നിന്റെ ആത്മാവോട് ചേർന്ന് നിൽക്കണം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ, ഹബ്ലുൽ വരീദ് ജീവനാടിയേക്കാൾ ഞാൻ അവനിലേക്ക് അടുത്തു നിൽക്കുന്നു. അന്ന് പറയാം, മനുഷ്യനിലേക്ക് ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നു. പെറ്റ ഉമ്മയും പോറ്റിയ പാപ്പയും ഇത്ര അടുത്തില്ല. പെറ്റ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്റെ ചൂടോട് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുഞ്ഞുങ്ങളെ ഉറക്കും. 1-2 വയസ്സാകുമ്പോഴല്ലേ ആ ബന്ധത്തിന് മാറ്റം വന്നില്ലേ? പിന്നെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമെങ്കിലും ശാരീരികമായിട്ടും മക്കളെ എങ്ങനെ അടുപ്പിക്കൂല. 15, 20, 25 വയസ്സായി ഘട്ടം ഘട്ടമായിട്ട് കുട്ടികൾ വളരുമ്പോ ഉമ്മയിൽ നിന്ന് ബാപ്പയിൽ നിന്ന് മക്കള് അകലുന്നില്ലേ? പിന്നെ വലിയ ബന്ധമില്ല. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ബാപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ഡവും സങ്കലിപ്പിച്ച് അതിനെ സമന്വയിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് നിന്നെ രക്തപിണ്ഡമാക്കി മാംസപിണ്ഡമാക്കി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നമ്മെ പടച്ചത് റബ്ബല്ലേ. രക്തപിണ്ഡമാക്കി മാംസപിണ്ഡമാക്കി മാംസപിണ്ഡത്തെ എല്ലിൻ കൂടാക്കി എല്ലിൻ കൂടിന് മാംസം പൊതിഞ്ഞ് നിന്നെ ഒരു ശരീരമാക്കി ഭൂമിയിൽ കൊണ്ടുവന്നു. ഇതുവരെ നിന്നെ സംരക്ഷിച്ചവനും ഇതുവരെ പരിപാലിച്ചവനും നിന്റെ റബ്ബല്ലേ. അല്ലാഹു തആല നിന്റെ ശരീരത്തെ പടച്ച് ഒരു കാറ്റലോഗ് കയ്യിൽ തന്നിട്ട് അള്ള മാറി നിൽക്കുന്നില്ല. ഓരോ സെക്കൻഡിലും നിന്റെ കൂടെയാ റബ്ബുണ്ട്. നിന്റെ രോമകൂപങ്ങളെ നേരെ നിർത്തുന്നതാ റബ്ബല്ലേ. ഓരോ സെക്കൻഡിന്റെ കോടാനുകോടി അംശത്തിലും നിന്റെ കണ്ണിന് കാണാനും നിന്റെ ചെവിക്ക് കേൾക്കാനും അനുഗ്രഹം നൽകിയത് റബ്ബല്ലേ. നിന്റെ ബ്രെയിനിനെ പ്രവർത്തന സജ്ജനാക്കുന്നതാ റബ്ബല്ലേ. ഒരു ജനറേറ്റർ ഓടുന്നതിനേക്കാളും പക്വതയോടെ സൂക്ഷ്മതയോടെ ശാസ്ത്രീയമായി നിന്റെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത് നിന്റെ നാഥനല്ലേ, നിന്റെ അല്ലാഹുവല്ലേ. ഈ അല്ലാഹുവിനെ കൂടെ തന്നെ കാണണം. നമ്മുടെ പൂർവികരായ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾ മുഅ്മിനീങ്ങളെ നമ്മൾ എവിടെയാ അല്ലാഹുവിനെ കണ്ടത്? മഹാനായ ഗൗസുൽ ആലമിന്റെ ദിക്ർ ചൊല്ലാറുള്ളവരല്ലേ നമ്മൾ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു. ഈ ദിക്ർ മാത്രം, ഈ ദിക്റിന്റെ അർത്ഥം കേട്ടിട്ട് നന്നായ കുട്ടികൾ ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇപ്പോഴെന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറയും ഉസ്താദേ ഞങ്ങൾ ആ ഒറ്റ ദിക്ർ കേട്ടിട്ട് കൽപ്പുണർന്നു.
അപ്പൊ അള്ളാനെ മറക്കാൻ കഴിയാറില്ല, അപ്പൊ നിസ്കാരം കളാക്കാറില്ല. ഒരു കാലത്ത് ഞാൻ മമ്മൂട്ടി ഫാൻസിന്റെ മെമ്പറായിരുന്നു, അപ്പൊ അതൊക്കെ ഒഴിവാക്കി. അള്ളാഹു ലഹരിയായി, ഇത് പാരമ്പര്യത്തിന്റെ വഴിയിലേക്ക് ഇട്ടത്. ചില ആൾക്കുണ്ട് ഈ അള്ളാനെ പിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് മാറിയവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ ജമാഅത്തിന്റെ റൂട്ട് ഈ പരിശുദ്ധമായ പാരമ്പര്യത്തിന്റെ വഴിയില്ലേ, ഇത് പടച്ച അള്ളാഹുവിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ലൈനാണ്. ഈ ലൈനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആത്മാവോട് ചേർത്ത് നിർത്തിയിട്ട് നീ റമദാനിനെ സ്വാഗതം ചെയ്താൽ പകൽ സമയത്ത് നോമ്പ് നോറ്റിട്ട് മതിയാകൂല, ഖുർആൻ ഓതിയിട്ട് മതിയാകൂല, തറാവീഹ് നിസ്കാരത്തോട് മടുപ്പ് തോന്നൂല. അല്ലാഹു ഹാസിരി, അല്ലാഹു സദാ എന്റെ അടുക്കൽ സന്നിഹിതനാണ്. പടച്ച റബ്ബ് ഒരു സെക്കൻഡ് പോലും എന്റെ അടുക്കൽ നിന്ന് മിസ്സാകുന്നില്ല. സദാ അടുത്തു നിൽക്കുന്നവൻ വേറെ ആരുമല്ല, അതെന്റെ അള്ളാഹു മാത്രമാണ്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകില്ല. എപ്പോഴും കൂടെയുള്ളവരാണ്. നീ വാഹനത്തിലായാലും, നീ വിശ്രമത്തിലായാലും, നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെയായാലും, മക്കളുടെ കൂടെയായാലും, നീ എവിടെയായാലും നിന്റെ കൂടെ നിൽക്കുന്നവൻ റബ്ബാണ്. ആ അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തെ നാം വിളംബരം ചെയ്യുക. ഇതാണ് ഖാദിരിയ്യ ലൈനിൽ നമ്മുടെ പരിശുദ്ധാത്മാക്കളായ മുൻഗാമികൾ ചൊല്ലിത്തന്ന ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള ദിക്റുകളിൽ നിന്നൊരു ദിക്ർ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സദാ നേരവും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നില്ല. ഒന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കൂ. നമ്മെ ഒരാൾ നോക്കിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖബിറാ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖബിറാ, തീർച്ചയായും ദുനിയാവ് പച്ച പിടിച്ചതാണ്, മധുരമുള്ളതാണ്. ഭൗതിക ലോകത്തിന്റെ സ്വഭാവം പറയുന്നേ പച്ചപ്പ്, സസ്യശ്യാമള കോമള സുന്ദരമായ ഹരിതാഭമായ നയനാഭിരാമമായ ലോകം. പിന്നെ ഇവിടെ ജീവിച്ചു പോകുമ്പോൾ അതിൻ്റെതായ മധുരം, പല വിഷയങ്ങൾക്കും. പഞ്ചാരക്ക് മാത്രമല്ല മധുരം, യൗവനത്തിനൊരു മധുരം അല്ലേ, കൗമാരത്തിനൊരു മധുരം അല്ലേ, അതേപോലെ തന്നെ വ്യാപാര വ്യവസായ കാർഷിക വഴിയിലുള്ള മനുഷ്യരുടെ സമ്പർക്കങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരു മധുരം, ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു മധുരം, കുടുംബ ജീവിതത്തിന്റെ ഒരു മധുരം അല്ലേ, രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു മധുരം, അതിൻ്റെതായ ഒരു മധുരല്ലേ. ആ മധുരം നിങ്ങൾക്ക് തീർച്ചയായും ഭൗതിക ലോകം മധുരമുള്ളതാണ്, പച്ചപ്പേറിയതാണ്. പിന്നെ പറയുന്നു ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിലെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ ഈ പച്ചപ്പും മാധുര്യവും നൊട്ടി നുണഞ്ഞ് യൂറോപ്പിലെ ഹിപ്പികളെ പോലെ ജീവിച്ചു പോകേണ്ട ഒരു അലസരായ വിഭാഗമല്ല. നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യേകമായ നിയ്യത്തുണ്ട്. ഏതാണ് ആ നിയ്യത്ത്? ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിലെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. രാവിലെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ്, ഞാൻ വെറും ഒരു മനുഷ്യനല്ല, ഞാൻ വെറും ഒരു അള്ളാന്റെ അടിമ മാത്രമല്ല, ഞാൻ അള്ളാന്റെ ഒരു പ്രതിനിധി കൂടിയാണ്. കൂത്തുപറമ്പ്, ഇതിപ്പോ കൂത്തുപറമ്പ് ടൗൺ ആയതുകൊണ്ട് ഒരു മുനിസിപ്പാലിറ്റി ആണല്ലോ, ഇതൊരു ഒരു വാർഡായിരിക്കും. ഈ വാർഡിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു കൗൺസിലർ ഉണ്ടാവും അല്ലേ? ആ കൗൺസിലർ നമ്മുടെ പ്രതിനിധിയാണ്. നമ്മുടെ താല്പര്യങ്ങൾ അവിടെ പോയിട്ട് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് പറയേണ്ടത് ആ കൗൺസിലറാണ്. എല്ലാവരുടെയും പ്രതിനിധിയായി അവിടെ പോയിരിക്കുന്നവനോടാണ് നമ്മുടെ താല്പര്യങ്ങൾ പറയുക. ഇവിടെ നോക്കൂ, ഭൂമിയിലെ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ് നാം ഇവിടെ ഓരോ ദിവസവും ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പ്രാതിനിധ്യമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നത് വരെ നാം മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അല്ലാഹുവിന്റെ പെരുമാറ്റ രീതിയിലാണ്.
അള്ളാന്റെ പെരുമാറ്റ രീതി, കാരുണ്യം, സ്നേഹം, സഹാനുഭാവം. മഴ പെയ്യുമ്പോ അള്ളാഹ് അല്പെങ്കിലും വർഗീയതയോ കക്ഷിത്വ മനോഭാവമോ സങ്കുചിത മനസ്ഥിതിയോ നമ്മുടെ ഇടയിലില്ലേ? സംഘടനാ സങ്കുചിതത്വത്തിന്റെ ചതുർഭിത്തികളിൽ കുടുങ്ങി മറ്റുള്ളവരെ കണ്ടാൽ അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരില്ലേ? അവര് സ്വന്തം ഇങ്ങനെ അഭിമാനിക്കാറുണ്ട്, വലിയ ബുദ്ധിമാനാണെന്ന്. തേങ്ങാപ്പണ്ണാക്കുണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല. അള്ളാന്റെ സ്വഭാവമാണ് കാരുണ്യം. തൊട്ട് തീണ്ടാത്ത മനുഷ്യന്മാർ അവരുണ്ട് കൂത്തുപറമ്പിലൊഴികെ. അവന്റെ സ്വഭാവമാണ് അല്ലെ? വദൂദാണ് അല്ലാഹു, സ്നേഹം. നമുക്കുണ്ടോ? എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. തഹല്ലഖ് പറഞ്ഞ ഉണ്ടാക്കണമെന്നതിന്റെ അർത്ഥം. സ്വയംഭൂവായിട്ട് ഉണ്ടാകലല്ല, ഉണ്ടാക്കണം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, നിങ്ങളെ സ്വഭാവങ്ങളെ അള്ളാന്റെ സ്വഭാവങ്ങളാക്കണേ. പറഞ്ഞു വരുന്നത് പടത്തുറപ്പ് നമ്മെ ഈ ഭൂമിയുടെ പ്രതിനിധിയാക്കിയിരിക്കുന്നു. ഓരോ ദിവസവും നാം പൂർത്തിയാക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രാതിനിധ്യ പ്രവർത്തനങ്ങളാണ്. തീർന്നില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയൻദുറു കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു തആല നോക്കിയിരിക്കുന്നു. അല്ലാഹു ഉറങ്ങുകയല്ല, അല്ലാഹു അലസനല്ല. ലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ, നിങ്ങൾ അല്ലാഹുവിനെ അശ്രദ്ധനാണെന്ന് കരുതല്ലേ. അല്ലാഹു നാം ഓരോരുത്തരെയും നോക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം എപ്പോഴും. അല്ലാഹു എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹു ഹാദിരി. നമ്മുടെ കഴിഞ്ഞകാല 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഗൗസുൽ ആലം മുതൽ ഇങ്ങോട്ടുള്ള ഈ സന്ദർഭം വരെയുള്ള ജീവിതയാത്രയിൽ നമുക്ക് ഈ ഒരു ദിക്ർ, ഇങ്ങനെ ഒരുപാട് ദിക്റുണ്ട്, എല്ലാം ചൊല്ലാൻ സമയമല്ല. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഊർജം നൽകി, നമുക്കിതേറെ കരുത്തു നൽകി. കയ്യിൽ പണമില്ലാത്തവർ, ഭക്ഷണം കഴിക്കാത്തവർ, പട്ടിണി കിടക്കുന്നവർ, രോഗങ്ങൾ പേറിയവർ, അവർ ഈ ഈമാനിന്റെ ലഹരിയിൽ കഴിഞ്ഞ കാലത്ത് ഈ കേരളത്തിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ജീവിച്ചു പോയി. അവർക്ക് റമദാനും അതേപോലെ നിസ്കാരവും സകാത്തും ഹജ്ജും ഒക്കെ വരുമ്പോ അത് വളരെ മധുരത്തോടുകൂടെ ചെയ്യാൻ ഇതൊക്കെ പ്രേരണയായി. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, പിന്നെ അല്ലാഹു ഷാഹിദി. അല്ല എല്ലാ നേരവും എന്റെ അടുക്കല് അല്ലാഹു എനിക്ക് സാക്ഷിയാണ്. എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും റബ്ബ് സാക്ഷിയാണ്. ആലോചിച്ചു നോക്കുക. വായ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ എഴുതാൻ അല്ല അഡീഷണൽ സാക്ഷികളെ നിശ്ചയിച്ചില്ലേ? റഖീബും മതീദും എല്ലാ കാര്യങ്ങളും എഴുതി റെക്കോർഡാക്കുന്നു. എന്ത് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിരീക്ഷിക്കാൻ 2 കൈയില്ലേ? നാളെ അല്ലാഹുവോട് സാക്ഷി പറയാൻ 2 കാലില്ലേ? പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ അവരെ വായകൾക്ക് നാം സീല് വെച്ചില്ലേ? അവരെ കൈകൾ നമ്മളോട് സംസാരിക്കുന്നല്ലോ. അവരെ കാലുകൾ സാക്ഷി നിൽക്കുന്നു. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് സാക്ഷിയാണ്. ഈ അല്ലാഹു എന്ന ആത്യന്തികമായ സാക്ഷിക്ക് പുറമെ അല്ല കുറെ സബ് സാക്ഷികളെ, കുറെ അഡീഷണൽ സാക്ഷികളെ വെച്ചു. 2 കൈക്ക് സാക്ഷിയാണ് എല്ലാ കാര്യങ്ങൾക്കും. രാവും പകലും ചെയ്യുന്ന സർവകാര്യങ്ങൾക്കും കൈ സാക്ഷിയാൻ, കാല് സാക്ഷിയാൻ, റഖീബും അതീദും സാക്ഷിയാൻ. ഇനിയുണ്ട്, തീർന്നില്ല. സ്ത്രീകളെ, പുരുഷന്മാരെ, നമ്മൾ തോന്നിയാസങ്ങൾ ചെയ്യുമ്പോ ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മനുഷ്യന്മാരുണ്ട് അങ്ങനെ ചെയ്യുന്ന, രഹസ്യമായിട്ട് ചെയ്യുന്ന ചില ദിവസങ്ങളില്ലേ, ആരും അറിഞ്ഞില്ല. നമുക്ക് അൽഹംദുലില്ലാഹ് പറയും. അള്ളാഹ് അറിഞ്ഞ കുഴപ്പമില്ല, മനുഷ്യന്മാരറിയാൻ പാടില്ല. കൊണ്ടുവിട്ടിട്ട് കടശാപ്പി കയറുന്നവരില്ലേ, ലോട്ടറി എടുക്കുന്നവരില്ലേ, ആളെ കണ്ണ് വെട്ടിച്ചിട്ട് വ്യഭിചരിക്കുന്നവരില്ലേ എന്ന് എപ്പോഴെങ്കിലും ഒരു വ്യഭിചാരം ചെയ്തോ കുടുങ്ങി ഓൻ ചിലപ്പോ 4 ആളെ മുമ്പിൽ പെട്ടുപോകും. അതുപോലെ അനുഭവിക്കല. ചിലപ്പോ ആകെ ഒരു 1 or 2 വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ, അത് പത്രത്തിൽ വന്നു, ജനങ്ങളുടെ മുമ്പിലായി, കോടതിയായി, കേസായി. പിന്നെ ഓനെ കുറിച്ച് എല്ലാരും പറയും ഭയങ്കരം പെണ്ണിന്റെ ആളാണെന്ന് പറയും.
അതേസമയത്തോ ഒരാൾ അനുഗ്രഹം പിന്നെ ആ പരിപാടിക്ക് പോകില്ലല്ലോ. അതേസമയം 90 വയസ്സ് വരെ 900 വിചാരം ചെയ്തവനുണ്ടാവും, ഒരു കുട്ടി അറിയില്ല. അവനെ കുറിച്ച് നമ്മൾ പറയാം ഭയങ്കര ഭാഗ്യവാനാണ്, തേങ്ങാപ്പിണ്ണാക്ക് ഭാഗ്യം അല്ലേ. അവൻ കുടുങ്ങി, അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ കുടുങ്ങി. ഇതൊക്കെ അള്ളാഹ് അറിയുന്നില്ലേ? എത്രയാ സാക്ഷി.